പ്രിയ സുഹൃത്തുക്കളെ, സഹകരണ നിയമത്തിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. അതിൻ്റെ വകുപ്പ് 28B, ചട്ടം 35B ആണ്. സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് സർക്കാരാണ്. സംസ്ഥാന സർക്കാരാണ് നിയമിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ സഹകരണ സംഘങ്ങളിലെയും ഭരണസമിതി തെരഞ്ഞെടുപ്പും ഇപ്പോൾ 2023 ഭേദഗതി പ്രകാരം സംസ്ഥാന സഹകരണ യൂണിയനിലെയും സർക്കിൾ സഹകരണ യൂണിയനിലെയും തെരഞ്ഞെടുപ്പുകളും സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടത്തുന്നത്. അതുപോലെ തന്നെ സഹകരണ സംഘങ്ങളിലെ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് എന്നിവരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പാലിക്കുന്നതും സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ 3 പേരിൽ കവിയാതെയുള്ള അംഗങ്ങളാണ് ഉണ്ടായിരിക്കുക. അതിലൊരാൾ ചീഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ തസ്തിക എന്ന് പറയുന്നത് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ലോ ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് പറയുന്നത്. അതായത് നിയമവകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ്റിൽ കുറയാത്ത റാങ്കിലുള്ള ഒരാളായിരിക്കും സംസ്ഥാന സഹകരണ ചീഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അതേസമയം അംഗങ്ങൾ എന്ന് പറയുന്നത് അഡീഷണൽ രജിസ്ട്രാർമാരായിരിക്കും. സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാലാവധി 5 വർഷമോ അല്ലെങ്കിൽ 62 വയസ്സോ, ഇതിലേതാണോ ആദ്യം വരുന്നത് അതായിരിക്കും. ഇനി സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കുറേ അധികാരങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും കുറഞ്ഞ ചെലവും ഏറ്റവും കൂടിയ ചെലവും എത്രയായിരിക്കണം എന്നത് സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷന് രജിസ്ട്രാറുമായി ആലോചിച്ച് തീരുമാനിക്കാവുന്നതാണ്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാരുമായോ രജിസ്ട്രാറുമായോ കൂടിയാലോചിച്ച ശേഷം ആവശ്യമായ ഉദ്യോഗസ്ഥരെ നോമിനേറ്റ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ നിയമിക്കുന്നതിനും സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ടായിരിക്കും. ഇതൊക്കെയാണ് സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് സഹകരണ നിയമത്തിലും ചട്ടത്തിലും വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.